ഹായ് വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും കുടിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആണ് ചായ. പ്രത്യേകിച്ചും മലയാളികൾക്ക് രാവിലെയും വൈകിട്ടും ഒരു ഗ്ലാസ് ചായ, അതും അടിപൊളി ചായ നിർബന്ധമാണ്. ചിലര് പാൽപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാറുണ്ട്, ചിലര് പാല് കൊണ്ടാണ് ചായ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പാല് കൊണ്ടും അതുപോലെ പാൽപ്പൊടി കൊണ്ടും എങ്ങനെ അടിപൊളി ചായ തയ്യാറാക്കാൻ നോക്കാം. രണ്ടും രണ്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പി എങ്ങനെയാ നോക്കാം ഇനി. ആദ്യം നമുക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് പൗഡർ കൊണ്ട് നല്ല അടിപൊളി ചായ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന്റെ മെഷർമെന്റ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നിറയെ ചായപ്പൊടി വേണം. പിന്നെ ഓരോരുത്തരുടെയും സ്ട്രോങ് അനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. പക്ഷെ ഒരു ടീസ്പൂൺ നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. ഒരു ഗ്ലാസ് ചായയിലേക്ക്, ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 150 ml ആട്ടോ, 250 അല്ല 150 ml ഒരു ഗ്ലാസ് ആണ് ചായക്ക് എടുത്തത് ഞാൻ. പിന്നെ പാൽപ്പൊടി എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറയെ വേണ്ട, ഫ്ലാറ്റ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. കറക്റ്റ് മെഷർമെന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നമുക്ക് വേണം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിഡോ പാൽപ്പൊടിയാണ്. ഞാൻ സാധാരണയായിട്ട് നിഡോ, ആങ്കർ, റെയിൻബോ ഈ പാൽപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ നാട്ടിലാണെങ്കിൽ അമൂല്യ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അമൂല്യ പാൽപ്പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ചായപ്പൊടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ എപ്പോഴും റെഡ് ലേബൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. റെഡ് ലേബൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ചായയാണ്. പിന്നെ പഞ്ചസാര ഞാൻ 1 ടേബിൾ സ്പൂൺ എടുക്കാറുണ്ട്. ഞാൻ അല്പം മധുരം കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് ചായയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഗ്ലാസ് ചായയിലേക്കുള്ള മെഷർമെന്റ്. അതായത് 1 ടീസ്പൂൺ നിറയെ ചായപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഫ്ലാറ്റ് ആയിട്ട് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമുക്ക് പാൽപ്പൊടി കൊണ്ട് നല്ല അടിപൊളി ചായ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം വേണം. എന്നാലേ ഒരു ഗ്ലാസ് ചായ ആയി വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ചായപാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് അതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറയെ ചായപ്പൊടി എടുക്കണം. ഇതിപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞാൻ അല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. കാരണം ഈ ചായപ്പൊടി വല്ലാണ്ട് ഫൈൻ ആയിട്ടുള്ള പൗഡർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റോളം നമ്മളത് തിളപ്പിച്ചെടുക്കണം. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ള ചായപ്പൊടിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചായപ്പൊടി അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ 1 മിനിറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പാൽപ്പൊടിയും അതുപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിക്കലും നമ്മൾ ഈ പഞ്ചസാരയും പാൽപ്പൊടിയൊന്നും ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചായപ്പൊടി വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. അതിന് പകരം നമ്മൾ 2 വലിയ കപ്പ് വെച്ചിട്ട് നമ്മൾ ആറ്റിയെടുക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുള്ള തേയില വെള്ളമാണ്. നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് ആറ്റിയെടുക്കണം. ഒരിക്കലും നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കരുത്. അതിന് പകരം ഇതുപോലെ ആറ്റിയെടുക്കുകയാണ് വേണ്ടത്. എന്നാലേ നല്ല അടിപൊളിയായിട്ടുള്ള ചായ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആറ്റിയെടുക്കുന്ന ചായക്ക്. പിന്നെ അതുപോലെ നമ്മൾ ഏത് ചായ തയ്യാറാക്കുവാണെങ്കിലും അത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കേണ്ടെന്ന ആവശ്യം വരുന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഏത് സെർവിങ് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ സെർവിങ് കപ്പിലേക്കോ ഒഴിച്ചു കൊടുത്താൽ മതി. ചായപ്പിണ്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വലിയ കപ്പിൽ നമ്മൾ ആറ്റാൻ യൂസ് ചെയ്യുന്ന കപ്പിൽ അത് താഴെ സെറ്റിൽ ആയിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപ്പൊടി കൊണ്ടുള്ള അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പാൽ കൊണ്ടുള്ള നല്ല അടിപൊളി ചായ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പാൽ കൊണ്ടുള്ള ചായ തയ്യാറാക്കുന്നതിന്റെ മെഷർമെന്റ് ആണ് പറയുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പാൽ കൊണ്ടുള്ള ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ നിറയെ ചായപ്പൊടി വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചായപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് ലേബൽ തന്നെയാണ്. ഞാൻ റെഡ് ലേബൽ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. പണ്ടൊക്കെ പലതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് റെഡ് ലേബൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് റെഡ് ലേബൽ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ചായപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ടി വരും കേട്ടോ. അപ്പോൾ പാല് നമുക്കിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വേണം. പാല് 2 ഗ്ലാസ് ചായയിലേക്ക് 2.5 കപ്പ് പാല് വേണം. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഈ 2.5 കപ്പ് പാലിലേക്ക് 1 കപ്പ് വെള്ളം. പിന്നെ ഞാൻ പഞ്ചസാര കുറച്ച് അല്പം കൂടുതൽ എടുക്കാറുണ്ട് ചായയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അല്പം കുറയ്ക്കാം. പിന്നെ ചിലർ ഏലക്ക ചേർക്കാറുണ്ട് ചായയിലേക്ക്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചിലർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിപൊളി പാലുകൊണ്ടുള്ള ചായ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ടീസ്പൂണും ടേബിൾ സ്പൂണും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചായപ്പൊടി മെഷർ ചെയ്യുന്നത് ഈ ടീസ്പൂൺ വെച്ചിട്ടാണ്. അതുപോലെ പാൽപ്പൊടിയും പഞ്ചസാരയും മെഷർ ചെയ്യുന്നത് ഈ ടേബിൾ സ്പൂൺ വെച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് ചായ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ചായപാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. അതായത് 2 ഗ്ലാസ് ചായ തയ്യാറാക്കാൻ നമുക്ക് 2.5 കപ്പ് പാല് വേണം. പക്ഷെ നമ്മളത് തിളപ്പിച്ച് വരുമ്പോൾ അല്പം പാല് വറ്റി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ പാല് നന്നായി തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും അതുപോലെ ചായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ പാല് നന്നായിട്ട് തിളച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് വറ്റണം. എന്നാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മളെ ചായക്ക്. നല്ല കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അത് മുകളിലേക്ക് പൊങ്ങി വരട്ടെ. എന്നാലേ നല്ല പതയൊക്കെ വരുള്ളൂ. ചായയുടെ മുകളിൽ നന്നായിട്ട് പതയൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് അത് മുകളിലേക്ക് പൊങ്ങി വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല ഫോംസ് ഒക്കെ വന്നിട്ടുണ്ട് മുകളിൽ. ഇപ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് തിളയ്ക്കണം. നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് അങ്ങനെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 തവണ പാല് തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരണം. എന്നിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് 2ാമത്തെ തവണ മാത്രമേ അതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 തവണ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നിറയെ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് അല്പം കൂടി സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ഡബിൾ സ്ട്രോങ് ചായയൊക്കെ ചിലർ കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ അല്പം കൂടി ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 1 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കണം. എന്നാലേ നല്ലൊരു കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മളിപ്പോൾ പാല് കൊണ്ടുള്ള ചായ തയ്യാറാക്കുമ്പോൾ എപ്പോഴും പാൽ ആദ്യം തിളപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിലർ ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് തേയില ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറ്. അതിനേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് ചായ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് ഇതുപോലെ പതക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു വലിയ കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആറ്റിയെടുക്കണം. ഒരു 2 3 പ്രാവശ്യം നമുക്കൊന്ന് ആറ്റിയെടുക്കാം. നമ്മളിപ്പോൾ പാലൊഴിച്ച ചായ ഇതുപോലെ ആറ്റിയെടുത്താൽ നന്നായിട്ട് പതൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആ പതൊക്കെ വെച്ചിട്ട് ചായ കുടിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഈ ചായ ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈറ്റിൽ നിന്ന് ഒഴിക്കണം ചായ എപ്പോഴും ഈ കപ്പിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇനി ഈ കപ്പിൽ ബാക്കിയുള്ള ഈ പത നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കാണുമ്പോഴേ നമുക്ക് ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ പാലൊഴിച്ച ചായയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചായയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കാനും വിട്ടുപോകരുത്. അതുപോലെ ഐഷാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്